ആദ്യത്തെ മണ്ഡലം തിരുവനന്തപുരം. യെസ്, തിരുവനന്തപുരം ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. നമുക്കറിയാം, കഴിഞ്ഞ 3 തവണയായി ശശി തരൂർ 2009 മുതൽ ഹാട്രിക് വിജയം നേടുന്ന തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, 2 തവണയായി BJP 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലം തിരുവനന്തപുരം. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. നമ്മളിപ്പോൾ പുറത്തെവിടെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ, ഡൽഹിയിൽ അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് എന്താ BJP ജയിക്കില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. BJP സംസ്ഥാനത്ത് ആദ്യമായി കണ്ണുവെച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. 2014 O രാജഗോപാൽ വിജയത്തിന്റെ അടുത്തുവരെ എത്തി. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ 2 തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം സ്ഥാനത്ത് പോയി എന്ന നാണക്കേടുണ്ടായ മണ്ഡലമാണ് അവരെ സംബന്ധിച്ച് തിരുവനന്തപുരം. തീർച്ചയായും ഇത്തവണ തിരുവനന്തപുരത്തെ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അഭിലാഷ്. 3 സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്തുള്ളവരല്ല. 3 സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്തുള്ളവരല്ല. 3 സ്ഥാനാർത്ഥികളും അതാത് പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ആളുകളാണെന്ന് പറയാം. ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം, അദ്ദേഹം വിശ്വ പൗരനായി അറിയപ്പെടുന്നു. തിരുവനന്തപുരത്തിന്റെ MP ആയി 15 വർഷം പൂർത്തിയാക്കുന്ന ശശി തരൂർ CPIയെ സംബന്ധിച്ച് അവർക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, സംസ്ഥാനത്തെ തലമുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. BJPക്ക് വേണ്ടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. 3 പേർക്കും തോൽവി എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കുന്നതിനൊന്നും ഒരു മടിയുമില്ലാത്ത മണ്ഡലമാണ് തിരുവനന്തപുരം. VK കൃഷ്ണമേനോൻ, PK വാസുദേവൻ നായർ, പന്ന്യൻ രവീന്ദ്രൻ, ശശി തരൂർ, അവരെ എല്ലാവരും ഇവിടെ MP മാരാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണയാണ് അങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 3 പേരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. 3 പേരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ഇത്തവണത്തെ ത്രികോണത്തിൽ ആരാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്? ഞാൻ ആവർത്തിക്കുന്നു, BJP സംസ്ഥാനത്ത് ആദ്യമായി കണ്ണുവെച്ച, കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്തെത്തിയ, ഈ തവണ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോ ഇലക്ഷൻ നടന്നാൽ ആരാണ് മുന്നിൽ? പൊളിറ്റിക്കൽ മാർക്ക് എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കണക്കിലേക്ക് ഒന്ന് പോയാലോ? പെട്ടെന്ന് പോകാം. യെസ്, വരൂ. ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂർ 37% വോട്ടോടുകൂടി മുന്നിൽ നിൽക്കുമ്പോൾ, 2ാം സ്ഥാനത്ത് പന്ന്യൻ രവീന്ദ്രൻ 34%, 3ാം സ്ഥാനത്താണ് രാജീവ് ചന്ദ്രശേഖർ 27%. ഇത് സർപ്രൈസിംഗ് ആണ്. കാരണം BJP ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കൂ, 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അതെ, ഇതാണ് ഈ ഒരു പക്ഷേ തിരുവനന്തപുരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സസ്പെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2 പ്രാവശ്യമായി 3ാം സ്ഥാനത്തായി പോയി കഴിഞ്ഞ CPI അല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി ഇത്തവണ 2ാമത് വരുന്നു എന്നുള്ളതാണ് PMarkന്റെ ഇപ്പോഴത്തെ സർവേ ഫലത്തിൽ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൗതുകകരമാണ്. കാരണം ഇവിടെ LDF UDF പോരാട്ടത്തെക്കാൾ NDA UDF പോരാട്ടം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 2 വർഷത്തെയും കഴിഞ്ഞ 2 തവണത്തെയും സാഹചര്യമെങ്കിൽ, ഇത്തവണ ഞാൻ ഈ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇത്തവണ പോരാട്ടം LDF UDF ആണ്. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? BJPയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ ഉദ്ദേശിച്ച ഇമ്പാക്ട് ഉണ്ടായില്ലേ? അതൊരു കാര്യമാകാം. അതിനപ്പുറം 2014 CPIയുടെ സ്ഥാനാർത്ഥി ദുർബലനായ സ്ഥാനാർത്ഥിയായി പോയി, ബെനറ്റ് എബ്രഹാം. അതിനുശേഷം കഴിഞ്ഞ തവണ ഒരു വലിയ ഒഴുക്ക് ശശി തരൂരിന് അനുകൂലമായി വന്നപ്പോൾ ഇടതു കോട്ടകൾ പോലും തകർന്നു വീണു. അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ C. ദിവാകരൻ ഇതിനു മുൻപ് മന്ത്രിയായിരുന്നു C. ദിവാകരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം പിറകിലായി പോയത്. ഇതെല്ലാം ആയിരിക്കാം CPIയെ 3ാം സ്ഥാനത്ത് എത്തിച്ചത്. ഇത്തവണ പന്ന്യൻ രവീന്ദ്രൻ എന്ന, ഇതിനു മുൻപ് ഇവിടെ നിന്ന് ജയിച്ച ആളാണ് പന്ന്യൻ രവീന്ദ്രൻ. യെസ്, ഈ കണക്കിൽ നിന്നുള്ള എന്റെ ഇക്കാര്യത്തിലെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, വെറും 3% വ്യത്യാസം മാത്രമാണ് ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും തമ്മിൽ ഈ സമയത്തുള്ളത് PMarkന്റെ കണക്കനുസരിച്ച്. എന്ന് പറഞ്ഞാൽ ഈ 3% എന്ന് പറഞ്ഞാൽ ഇനി ഇലക്ഷനറിംഗ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ബ്രിഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്യാപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ CPMന്റെ മെഷീനറി ഏറെക്കുറെ സമ്പൂർണ്ണമായിട്ട് ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് പറയുന്നത് കോൺഗ്രസും ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും തമ്മിലാണ്. ആകുകയാണെങ്കിൽ ആകുക. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് BJP കുറച്ച് പുറകിലാണ്. BJP 27% ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മാറുന്നുവെങ്കിൽ അത് ചില സൂചനകൾ നൽകുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എത്രമാത്രം സ്വീകാര്യനാണ്, ഇവിടുത്തെ കേരള BJP യൂണിറ്റിന് അദ്ദേഹം എത്ര സ്വീകാര്യനാണ്, രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരംകാർക്ക് അത്ര പരിചയമുണ്ടോ? ഇപ്പോൾ ഞാൻ പറയുന്നത്, അദ്ദേഹത്തെ നഗര വോട്ടർമാർക്കൊക്കെ നല്ല പരിചയമായിരിക്കും, പക്ഷേ നഗര വോട്ടർമാർ മാത്രം അടങ്ങുന്ന മണ്ഡലമല്ലല്ലോ തിരുവനന്തപുരം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ മണ്ഡലത്തിൽ അത്ര സ്വീകാര്യനായോ എന്ന സംശയം ഉയർത്തുന്നു. BJPയുടെ ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിറ്റ് എത്രമാത്രം രാജീവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എന്ന സംശയം ഉയർത്തുന്നു. അതുപോലെ തന്നെ അഭിലാഷ് പറഞ്ഞ ഇപ്പൊ ഈ വോട്ട് ഡിഫറൻസിന്റെ പെർസെന്റേജ് ഡിഫറൻസിന്റെ കാര്യം, കഴിഞ്ഞ തവണ വിജയിച്ച ശശി തരൂരും BJP സ്ഥാനാർത്ഥിയും കുമ്മനവും തമ്മിൽ 8% ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ അത് മുന്നിൽ വരുന്ന 2 പേരും തമ്മിൽ 3% ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ തവണത്തെ നമുക്കൊരു നോർമലായിട്ട് എടുക്കാൻ കഴിയില്ല. 2014 2% ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. വെറും അത് NDAയും UDF തമ്മിലായിരുന്നു. ഇത്തവണ അങ്ങനെയെങ്കിൽ ഈ ഫലം സൂചന അനുസരിച്ചാണെങ്കിൽ ലെഫ്റ്റ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇവിടെ നടത്തുന്നുണ്ട്. അതിന് ഒരു പക്ഷേ പല കാരണങ്ങളുണ്ടാവും. എനിക്ക് തോന്നുന്നു ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും 2 പേരും
രണ്ടുപേരും വലിയ, അപ്പം ശശി തരൂർ വിശ്വപൗരനാണ്, രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് ലോകത്ത് നിന്ന് വന്ന ആളാണ്. അവർ രണ്ടുപേരും അപ്പീൽ ചെയ്യുന്ന ഒരു ജനവിഭാഗമുണ്ട്. അതിനപ്പുറത്ത് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഒരു പക്ഷേ പന്ന്യൻ രവീന്ദ്രനെ ആകാം, ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക്, അതല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ഒരു പീടികയിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്ക്. കാരണം പന്ന്യൻ രവീന്ദ്രൻ രാവിലെ ഒരു കൈലിമുണ്ട് ഉടുത്ത് അവിടെ പോയി കട്ടൻ ചായയും പുട്ടും കഴിക്കുന്ന ആളാണ്. മറ്റു രണ്ടുപേരും സ്യൂട്ട് ഇട്ട് നടക്കുന്ന, എന്താ പറയാ, ബിസിനസ് ക്ലാസ്സിൽ പറന്ന് നടക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. പറഞ്ഞത് ശരിയാണ്. പ്രത്യേകിച്ചും ഈ നഗരത്തിന് പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഈ സൂചന അനുസരിച്ചാണെങ്കിൽ പന്ന്യൻ രവീന്ദ്രന് കൂടുതൽ പിന്തുണ കിട്ടുന്നുണ്ടാകണം. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പി മാർക്കിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഫല സൂചനയുടെ ആകെ തുക. 34% പിന്തുണ ഇതിനോടകം പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചുണ്ട്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശശി തരൂരാണ്. 37% വോട്ട് വിഹിതം ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ശശി തരൂരിന് ലഭിക്കാം. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാമെന്നുള്ളതിന്റെ സൂചനയാണ്. പക്ഷേ സ്റ്റിൽ ശശി തരൂർ ഈസ് അഹെഡ്. ശശി തരൂരിന് തിരുവനന്തപുരത്ത് മുൻതൂക്കം എന്നുള്ളതാണ് പ്രേക്ഷകരോട് ആദ്യത്തെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം.